എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ദൃശ്യ പ്രേക്ഷകർക്കായി ഒരു ഓണവിരുന്നാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനായി ഏറ്റുമാനൂർ നാഷണൽ പാർക്ക് ഹോട്ടലിന് സമീപത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഏറ്റുമാനൂർ നാഷണൽ പാർക്ക് ഹോട്ടലിലാണ്. ഇവിടുത്തെ ലീഡിംഗ് ഷെഫായ ബിനു ശേഖറാണ് നമ്മോടൊപ്പം ഉള്ളത്. ചേട്ടാ, ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഓണവിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഐറ്റംസ് ആണ് ചേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കി കാണിച്ചു തരാൻ പോകുന്നത്. എന്തൊക്കെയാണ് ചേട്ടാ ഇന്ന്? പൈനാപ്പിൾ കിച്ചടി, കാളൻ. ഓക്കെ, അപ്പോൾ ഈ 3 ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് അവിയലിലേക്ക് കിടക്കാം അല്ലേ? അവിയൽ ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇത് വെള്ളരിക്ക, ക്യാരറ്റ്, മുരിങ്ങക്കോല്, വഴുതനങ്ങ, പടവലങ്ങ, കിഴങ്ങ്, ചേന, അച്ചിങ്ങപ്പയർ അല്ലേ? സവോള, പച്ചമുളക്. ഓക്കെ, അച്ചിങ്ങപ്പയർ ബീൻസോ ഏതെങ്കിലും അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? വള്ളിപ്പയർ അല്ലേ? ഓക്കെ, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര്, വെളിച്ചെണ്ണയാണ് അല്ലേ? ഇത് അവിയലിനുള്ള അരപ്പാണ്. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ, ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്തോ. പച്ചമുളകും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഓക്കെ, പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ? മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, അച്ചിങ്ങാപ്പയർ, ചേന, സവോളയും നമ്മളിപ്പോ തന്നെ സവോളയും പച്ചമുളകും കൂടിയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, സ്വല്പം മുളക് പൊടി, പച്ച വെളിച്ചെണ്ണ അല്ലേ? ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം അല്ലേ? ഈ പച്ച വെളിച്ചെണ്ണയില് ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴായിരിക്കും ആ ഒരു മണവും അല്ലേ? നല്ല വെളിച്ചെണ്ണയുടെ നല്ലൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. വെള്ളം ഒഴിക്കണം അല്ലേ? ജസ്റ്റ് ഒന്ന് പച്ചക്കറികൾ മൂടിക്കിടക്കാൻ പാകത്തിന് അല്ലേ? ഈ മിക്സുകളെല്ലാം കൂടി ഇട്ട് മൂടി വെക്കുകയാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറയാമോ നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ ചെയ്തത്? വെള്ളരിക്ക, മുരിങ്ങ, ക്യാരറ്റ്, വഴുതനങ്ങ, ചേന, പടവലങ്ങ, സവോളയും പച്ചമുളകും കൂടെ മിക്സ് ചെയ്ത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര് ലാസ്റ്റ് വെച്ചാൽ, കറിവേപ്പില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് മൂടി വെച്ചിരിക്കുകയാണ്. എത്ര നേരം ഇങ്ങനെ? ഏകദേശം 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം പച്ചക്കറികൾ വെന്ത് കിട്ടുന്നു. ഓണാഘോഷത്തിന്റെ ഈ വേളയിൽ ഓണസദ്യ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്താണ്? തിരുവോണത്തിന് നമ്മളെ വീട്ടിൽ എല്ലാവരും കൂടെ, ബന്ധുക്കാരും സ്വന്തക്കാരെല്ലാം കൂടി എല്ലാവരും കൂടെ വന്ന് വീട്ടിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇതുപോലെ സദ്യ ഉണ്ടാക്കി ഓണ ചെറിയ പരിപാടികളൊക്കെ ഇല്ലേ, പിള്ളേരൊക്കെ ആയിട്ട് ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട്, പിന്നെ നമ്മുടെ അഞ്ചാടിക്കുരി പറക്കുന്ന പരിപാടികൾ, ഊഞ്ഞാല് കെട്ടുന്നു, പൂക്കളം ഇടുന്നു അല്ലേ? അതെല്ലാം പിന്നെ എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കി സന്തോഷമായിട്ട്. അത് ചേട്ടൻ തന്നെയായിരുന്നോ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങൾ ലേഡീസ് ഉണ്ടല്ലോ, ഫാമിലിയിലെ ചേട്ടന്റെ അങ്ങനെ എല്ലാവരും കൂടെ വന്നിരുന്ന് ഉണ്ടാക്കും. അപ്പൊ നമ്മള് സഹായിക്കും. പിന്നെ അവരുണ്ടാക്കുന്നത് നമ്മൾ കണ്ടുപഠിച്ചിട്ടുണ്ട്. അവിയിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടുപഠിച്ചിട്ടുണ്ട്. ആ റെസിപ്പീസ് ഒക്കെ തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അതിനൊന്നും ഒരു മാറ്റമില്ല. എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? അത് തന്നെ ആ പഴമയുടെ രുചി തന്നെ. അതെ, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് ഓണസദ്യയൊക്കെ ലഭ്യമാണല്ലോ. അപ്പൊ അതിനൊരു ഓണത്തിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഓ അതെ, എല്ലാരും കൂടെ ഒരുമിച്ച് വർത്താനമൊക്കെ പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഷെഫ് ആവണമെന്നൊരു തീരുമാനം മനസ്സിലുണ്ടായത് എങ്ങനെ? അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? എങ്ങനെയാണത്? സാധാരണ ഈ +2 ഒക്കെ കഴിയുമ്പോഴാണല്ലോ നമ്മൾ കരിയർ തീരുമാനിക്കുന്നത്.
അപ്പൊ ചേട്ടൻ അങ്ങനെ എന്റെ റിലേറ്റീവ് അങ്ങനെ 2-3 പേരുണ്ട് ഹോട്ടൽ ഫീൽഡിൽ പോകുന്ന അതനുസരിച്ച് ഞാൻ അതിലേക്ക് പോകും. അപ്പൊ അവരാണ് ഇൻസ്പിറേഷൻ. അവരെ കണ്ടിട്ടാണ് ഇങ്ങനെ ഷെഫ് ആവണമെന്നൊരു. അപ്പം ഈ ഷെഫ് ആകുന്നതിന് മുമ്പ് ഈ അടുക്കളയില് കുട്ടിയായിരുന്നപ്പോഴൊക്കെ ചെറിയ ചെറിയ പാചകം ഇപ്പൊ എല്ലാരും പ്രശംസിച്ചിട്ടൊക്കെ ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു കല ഉണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഷെഫ് എന്ന ഇതിലേക്ക് വന്നത് അല്ലേ? ഇതിപ്പോ ചേട്ടന് ഓരോ പച്ചക്കറിയും വളരെ മനോഹരമായിട്ട് നല്ല ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച്. ഒത്തിരി സമയം എടുത്തു ഇത് കട്ട് ചെയ്യാനായിട്ടൊക്കെ? ആദ്യം ഇച്ചിരി സമയം എടുക്കുവാന്ന്, പിന്നെ പെട്ടെന്ന് ആയി വന്നു അല്ലേ? ഓക്കെ, നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. ഇപ്പൊ ഈ വിദേശത്തൊക്കെ ഉള്ള പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ്, അവർക്ക് ഇതുപോലെ സമയം എടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ വേവിച്ചെടുക്കാനൊക്കെ ഉള്ള സമയം ഇല്ലല്ലോ. പാക്കറ്റ് ഇൻസ്റ്റന്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ സാധ്യതയില്ല. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണോ അതോ മോഡേൺ ആയിട്ടുള്ള ഐറ്റംസ് ആണോ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്? ഇവിടെ ഇപ്പം നമ്മുടെ ഇതില് പാസ്ത, പിസ്സ അങ്ങനെയുള്ള സാധനങ്ങളില്ല. പാസ്ത ഒക്കെ ഭയങ്കരമായിട്ട് നല്ലോണം പോകും. ഇവിടെ നമുക്ക് പാസ്തയുടെ ഐറ്റങ്ങളും പോണ്ടി, ചൈനീസ്, ഇറ്റാലിയൻ ഇതെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചോദിച്ചാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ മെനു അതുപോലത്തെ മെനു. നാഷണൽ പാർക്കിന്റെ ഒരു ഇതുണ്ട്. നാഷണൽ പാർക്കിന്റെ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നതാണ് മറ്റേ ഗ്രിൽഡ് പാർക്ക് സ്പെഷ്യൽ ഗ്രിൽഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇപ്പം ഇൻസ്റ്റന്റ് ഓണസദ്യ ഇപ്പം വിപുലമാണ് എല്ലായിടത്തും. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഓർഡേഴ്സ് ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ? ഉണ്ട്, നമുക്ക് ഓണസദ്യ ഉണ്ട്, പിന്നെ പായസമേളയുണ്ട്. എല്ലാം ഒരു പാക്ക് ആയിട്ട് എല്ലാം കിട്ടുന്ന രീതിയിലാണോ? ഇപ്പൊ പായസമേള തുടങ്ങും. ഒരു ദിവസം 2 വെറൈറ്റി വെച്ചിട്ട്, അടപ്രഥമൻ, അമ്പലപ്പുഴ, പാലട, അങ്ങനെ 6 വെറൈറ്റി ഉണ്ട്. അത് നമ്മുടെ 27-ാം തീയതി വരെ പായസമേളയുണ്ട്. പിന്നെ 27-ാം തീയതി ഓണസദ്യ ഉണ്ട്. ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള പായസം പാലടപ്രഥമൻ, അടപ്രഥമൻ, അമ്പലപ്പുഴ, അത് 3 നമ്മുടെ സ്പെഷ്യൽ പായസം. അതേ രീതിയില് അതേ രുചി പകർത്തുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടോ നോക്കാം അല്ലേ? തുറന്നപ്പോ തന്നെ നല്ലൊരു പച്ച വെളിച്ചെണ്ണയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടുത്തത് ഈ അരപ്പാണ്. അതിനകത്ത് ഈ അരപ്പിന്റെ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാമോ? ചെറിയുള്ളി, തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഓക്കെ, കടുക് ചേർത്തിട്ടില്ല. നമ്മള് അവസാനമാണ് കടുകും ചേർക്കത്തില്ല അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇത് ഇളക്കുന്നതിനൊക്കെ വല്ല രീതികളൊക്കെ കുറച്ച് തൈര് കൂടെ ചേർക്കും. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടി ടീസ്പൂൺ ആയിട്ടാണോ? കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു. വെളിച്ചെണ്ണയാണേ. മിക്സ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, ഇതായിരുന്നു ഇതിന്റെ ഫൈനൽ സ്റ്റേജ്. ഇതായിരുന്നു വെളിച്ചെണ്ണ, തൈര് ഇട്ട് കഴിഞ്ഞിട്ട് എത്ര നേരം നമ്മൾ ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റും? 10 മിനിറ്റ്. വീണ്ടും തുറന്നപ്പോ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ ഒരു നല്ലൊരു അവിയലിന്റെ സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടല്ലേ? നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഒരു ട്രഡീഷണൽ. ശരിക്കും ഈ അവിയൽ തന്നെയാണ് ഈ ഓണസദ്യയുടെ രാജാവെന്ന് നമുക്ക് പറയാം അല്ലേ? മെയിൻ ഐറ്റം. അവിയൽ ഇല്ലാണ്ട് എന്തോണം? ചേട്ടൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇവിടെ ഒരു മൺചട്ടിയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്.
നമുക്കിതിലേക്ക് അപ്പൊ നമ്മുടെ അവിയല് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് അതേ ഒരു ഓണം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുക. ഇതിന്റെ റെസിപ്പീസ് ഒന്നുകൂടെ നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് പറഞ്ഞാലോ? ക്യാരറ്റ്, കിഴങ്ങ്, പച്ചക്കറികളല്ല, പച്ചക്കറികളുടെ കൂടെ സവോള, പച്ചമുളക്, വെളിച്ചെണ്ണ, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് എന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേനും അരപ്പ്, അതായത് തേങ്ങ, ചെറിയ ഉള്ളി, ജീരകം, അതെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ അവസാനം തൈര് ഒഴിച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് സെർവ് ചെയ്ത് വെക്കും. ഓണസദ്യയിലെ ഓരോ വിഭവത്തിനും അതിൻ്റെതായ രുചിയും കഥകളുമുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഐറ്റം എരിവും മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന ഒരു ഐറ്റമാണ് അല്ലേ? നമ്മുടെ പൈനാപ്പിൾ കിച്ചടിയാണ് ഇനി നമ്മൾ തയ്യാറാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? സവോള, പച്ചമുളക്, ഗ്രേപ്സ്, മുന്തിരിങ്ങയാണ് ഇതിന് പുളിക്ക് പകരം നമ്മൾ ചേർക്കുന്നത് അല്ലേ? ഓക്കെ. പൈനാപ്പിള്, തേങ്ങ പേസ്റ്റ്, അരപ്പാക്കി വെച്ചിട്ടുണ്ട്, ജീരകവും മഞ്ഞപ്പൊടിയും തേങ്ങയും കൂടെ മിക്സ് ആക്കി. ഇത് അത് വറുത്തരപ്പ്, തേങ്ങ വറുത്തരച്ചത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്? ഇതിനകത്ത് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി. ഓക്കെ. ഇത് കറിവേപ്പില, ജീരകം, കടുക്, എണ്ണ, മുളക് പൊടി, വെളുത്തുള്ളി, പഞ്ചസാര, ശർക്കര, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയാണ് പൈനാപ്പിൾ കിച്ചടിക്ക് വേണ്ട ഐറ്റംസ്. അപ്പൊ ഈ പൈനാപ്പിൾ കിച്ചടിയില് ഈ പുളിയും മധുരവും ബാലൻസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? അതിന് ഓൾറെഡി പൈനാപ്പിളും ചെറിയൊരു പുളി ഇതുണ്ടല്ലോ, മധുരവും പുളിയും കൂടി. ഇപ്പൊ ചിലപ്പോ ഈ പൈനാപ്പിളിന്റെ മധുരം ചിലപ്പോ കൂടിപ്പോയാൽ നമുക്ക് എങ്ങനെയാ അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? തേങ്ങാ പേസ്റ്റ് ഇറങ്ങുമ്പോഴത്തേനും ആണോ? ആ, ഓക്കെ. ഈ മുന്തിരിങ്ങയ്ക്ക് പകരം തൈര് യൂസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? കിച്ചടിക്ക് നമ്മള് മുന്തിരിങ്ങ തന്നെ. ഓക്കെ, അതാണ് അതിൻ്റെതായ ഒരു പ്രത്യേകത അല്ലേ? വെളിച്ചെണ്ണ തൈര് ചേർക്കും. ശരി, വെളിച്ചെണ്ണ തന്നെ. അതുപോലെ നമ്മുടെ ബീട്രൂട്ടിനൊക്കെ നമ്മൾ തൈരല്ലേ യൂസ് ചെയ്യുന്നത്? പച്ചടി. ഓക്കെ, പച്ചടി കിച്ചടി. അപ്പൊ അതാണ് ഒരു വ്യത്യാസം. ഇത് കിച്ചടി, മറ്റേത് പച്ചടി. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറിയ ജീരകം. ഓണസദ്യയില് കുറെ ഐറ്റംസ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ആദ്യം കൈ പോകുന്നത് പൈനാപ്പിൾ കിച്ചടിയിലോട്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്തത് ഇഞ്ചിയാണ്. അടുത്തത് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? മതിയോ? പച്ചമുളക്, അടുത്ത സവോളയാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കാം. അടുത്ത മഞ്ഞപ്പൊടി ഒരു നുള്ളു പോലെ, മുളക് പൊടി. എന്തൊക്കെയാ നമ്മൾ ഇട്ടത്? മഞ്ഞപ്പൊടി, മുളക് പൊടി, സവോള, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നു. പാകത്തിന് ഉപ്പ്. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിന് അതിന്റെ കൺസിസ്റ്റൻസി അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്ന് വാടുമ്പോഴേക്കും ആണോ നമ്മൾ? ഒന്ന് വാടി വരുമ്പോഴത്തേനും ഈ പൈനാപ്പിൾ ഫുൾ ഇടാം. പൈനാപ്പിള് മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു അല്ലേ?
എരിവും മധുരവും എല്ലാം കൂടെ കൂടിയ ഒരു ഐറ്റമാണ്. ഓണത്തിലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് അല്ലേ പൈനാപ്പിൾ കിച്ചടി. ഇത് എന്തേരം നേരം നമ്മളിത് ഇളക്കി 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മയുണ്ട്, വൈഫ്, 2 കുട്ടികൾ. ഓക്കെ. ഇപ്പൊ വിശേഷ ദിവസങ്ങളിലൊക്കെ ചേട്ടൻ തന്നെയാണോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്? നല്ല വൈഫ് നല്ലോണം ഫുഡ് ഉണ്ടാക്കും. വൈഫ് നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും അല്ലേ? കുട്ടികളൊക്കെ എന്ത് ചെയ്യുവാ? മൂത്തയാള് ജർമ്മൻ പഠിക്കുന്നു. ഓക്കെ. രണ്ടാമത്തെ ആള് 9th പഠിക്കുന്നു. ചേട്ടൻ ഉണ്ടാക്കിയതില് വീട്ടില് വൈഫിനൊക്കെ ഏറ്റവും കൂടുതൽ, പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള വിഭവം എന്താണ്? മീൻകറിയാണ്. ഓക്കെ. അതിനെന്തെങ്കിലും പ്രത്യേക റെസിപ്പീസ് ഒക്കെ കൊടുക്കാറുണ്ടോ? തേങ്ങ അരച്ച മീൻകറി. ഓക്കെ. കോട്ടയംകാരുടെ മീൻകറി. ഓക്കെ. ആ ഒരു ഫോമിലായിരിക്കും അല്ലേ? നമ്മുടെ പൈനാപ്പിൾ ഒക്കെ ഏകദേശം ഒന്നായി വന്നിട്ടുണ്ടല്ലേ? നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. എന്തൊക്കെയാണ് വേണ്ടത്? തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രം ഇട്ട് പേസ്റ്റ് ആക്കിയ അരപ്പാണിത്. അപ്പൊ ഇത് ഇതിലേക്ക് ചേർത്തു. അതിന്റെ കൂടെ തേങ്ങ വറുത്തരച്ചത് അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ചു വെക്കാം. ശർക്കര. ഒരുപാട് വെള്ളമാകാനും പാടില്ല, എന്നാൽ ഒരു കുറുകിയ പരുവത്തിലിരിക്കണം അല്ലേ? ഓണസദ്യ കഴിക്കുമ്പോഴാണോ അതോ ഉണ്ടാക്കുമ്പോഴാണോ കൂടുതലൊരു മനസ്സിലൊരു ആത്മസംതൃപ്തി തോന്നുന്നത്? നമ്മൾ ഉണ്ടാക്കിയ സാധനം ഫുഡ് മറ്റുള്ളവർ കഴിച്ചിട്ട് അവര് സന്തോഷത്തോടെ പറയുമ്പോൾ. ഓക്കെ. അപ്പൊ വീട്ടിൽ ഇങ്ങനെ കഴിച്ചിട്ട് എല്ലാരും അഭിപ്രായമൊക്കെ പറയാറുണ്ടോ? വൈഫ് ഉണ്ടാക്കുമ്പോ ചേട്ടന് തിരിച്ചും അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? നല്ലതാണെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറയുമോ? ഇപ്പം ഫീൽ ചെയ്യാറുണ്ടോ പൊതുവെ? തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും അല്ലേ? നല്ലതാണ് കേൾക്കുമ്പോ ഒരു മനസ്സിനൊരു സന്തോഷം. ഓക്കെ. അപ്പൊ വീട്ടില് പിള്ളേര് ചേട്ടനെ കണ്ടിട്ട് എനിക്ക് ഈ കരിയറിലോട്ട് പോകണം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ പിള്ളേർക്ക്? ഇല്ല. ജർമ്മനി ഇത് പഠിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ അവരോട് അത് പ്രസ് ചെയ്യാറില്ല. അവരുടെ ഇഷ്ടം അല്ലേ? നമുക്ക് കുറച്ച് ഗ്രേപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ഇടണോ? പകുതി ഇടാം അല്ലേ? ഇത് 5 മിനിറ്റ് വേവിച്ച് അല്ലേ? അടച്ചോ. ഇന്ന് 3 വിഭവങ്ങളാണല്ലോ നമ്മുടെ മുന്നിൽ തയ്യാറാക്കി കാണിച്ചു തരുന്നത്. അതായത് അവിയല്, പൈനാപ്പിൾ കിച്ചടി, കാളൻ. അപ്പൊ ഈ 3 വിഭവങ്ങൾ സെലക്ട് ചെയ്തതിന്റെ പിന്നിൽ എന്തെങ്കിലും മെയിൻ ആയതുകൊണ്ടാണ് ഈ 3 വിഭവങ്ങളാണ് മെയിൻ, അതുകൊണ്ടാണ് ഇത് 3 സെലക്ട് ചെയ്തത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? പഞ്ചസാര നമ്മള് ഇട്ടിട്ടില്ലായിരുന്നല്ലോ അല്ലേ? എത്ര ടീസ്പൂണാണ്? 2 സ്പൂൺ. നമ്മുടെ ടേസ്റ്റി ആയ പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയാണ് നമ്മൾ സെർവിങ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടാനായിട്ട്.
അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ആ ഒരു എരിവും പുളിയും മധുരവും എല്ലാം കറക്റ്റ് പ്രപ്പോർഷനിൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓണസദ്യയുടെ രുചിക്കൂട്ടിൽ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു പരമ്പരാഗതമായ വിഭവമാണ് നമ്മുടെ കാളൻ. കാളനാണ് ഇനിയിപ്പോൾ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്, ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? വെളിച്ചെണ്ണ, കടുക്, ജീരകം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, അരപ്പ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏത്തക്ക, പകുതി പഴുത്ത ഏത്തക്ക അല്ലെ. അപ്പൊ ഈ അരപ്പിൽ എന്തൊക്കെയാ ചേർത്തിട്ടുള്ളത്? ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി, അടുത്തത് പച്ചമുളക്, സവോള. ഇത്ര ഐറ്റംസ് ആണ് കാളൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, വറ്റൽമുളക്. ഓക്കെ, നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഏത്തക്കയാണോ നമ്മൾ ഇതിന് മെയിൻ ആയിട്ട് കാളനെ രുചിയിലേക്ക് എത്തിക്കുന്നത് ആണല്ലേ? അപ്പൊ ഇത് നന്നായിട്ട് പഴുത്ത പഴമാണോ അതോ പകുതി പഴുത്ത പഴം? നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രുചിയിൽ വ്യത്യാസം? ഓക്കെ, ഇത് അവസാനം ചേർക്കുന്നതാണോ? ഈ കൂടെ തന്നെ വഴറ്റി ചേർക്കുകയാണല്ലേ. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്ര തൈരിന് ഇത്ര പഴം അങ്ങനെ എന്തെങ്കിലും കണക്കുകളുണ്ടോ? പുളിയാണോ കുറച്ച് കൂടുതൽ നിൽക്കേണ്ടത്? ചെറിയ മധുരം അല്ലെ. ചേട്ടൻ ഇവിടെ ഉണ്ടാക്കുന്നതിൽ മോഡേൺ ഐറ്റംസിനാണോ ട്രഡീഷണൽ ഐറ്റംസിനാണോ ആൾക്കാർ കൂടുതലും നന്നായിട്ടുണ്ടെന്നൊരു അഭിപ്രായം വന്നിട്ടുള്ളത്? മോഡേൺ ഇപ്പത്തെ ഇതില്ലേ പാസ്ത, അതിനൊക്കെ ആൾക്കാർ കൂടുതൽ. നാടൻ ഫുഡുകൾക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറി ഉണ്ടോ? നാടൻ ഫിഷ് മപ്പാസ് ഒക്കെ, ഫിഷ് മപ്പാസ് ഇല്ലേ ചട്ടിക്കകത്ത് അതിനകത്ത് തന്നെ സെർവ് ചെയ്ത് കൊടുക്കും ഫിഷ് മപ്പാസ്. പിന്നെ നമ്മുടെ ഒരു വെറൈറ്റിയാണ് കാന്താരി ഫിഷ്, കരിമീൻ. അതിലൊക്കെ കൂടുതലും ഓക്കെ, സ്പൈസി ഫുഡ് ആണല്ലോ പൊതുവെ ഇഷ്ടമല്ലേ കേരളത്തിലുള്ള. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ. കറിവേപ്പില, പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കനം കുറച്ച് അല്ലേ, വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്ത സവോളയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഏത്തക്ക മൊത്തം ചേർക്കാം അല്ലേ. പേസ്റ്റ് മതിയോ? ഏത്തക്ക നമ്മൾ വഴറ്റുമ്പോ ഒരു സോഫ്റ്റ് പോലെ ആകണോ അതോ നമ്മൾ ഇതിന് സോഫ്റ്റ് പോലെ ആവില്ല, തിളയ്ക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇതായ പകുതി വന്നാൽ ഫുള്ള് വെന്ത് പോകണ്ട. പിന്നെ അവസാനമായിട്ട് നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മൊത്തം ഒഴിക്കാം അല്ലേ. ഓൾറെഡി മിക്സിയിലിട്ട് അടിച്ചു വെച്ച തൈരാണല്ലേ. തൈര് ചേർത്തു. പഞ്ചസാര ഇട്ട് കൊടുക്കാം അല്ലേ. താളിപ്പില്ല
കടുക് അതെല്ലാം നമ്മൾ ഇതിനകത്ത് കരുവേപ്പില വറ്റൽമുളക് ഇതെല്ലാം കൂടി ഇട്ട് കടുക് പൊട്ടിച്ച താളിപ്പ്. നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ടച്ചപ്പ് ആയിട്ട് നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, കറിവേപ്പില, കടുക് ഇവയെല്ലാം കൂടെ താളിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു മോര് കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. ഓരോ വിഭവത്തിൻ്റെ പാരമ്പര്യവും രുചിയും നമ്മുടെ മുന്നിലേക്ക് വളരെ മനോഹരമായി അവതരിപ്പിച്ച ബിനിച്ചേട്ടന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മളോട് സഹകരിച്ച ഏറ്റുമാനൂർ നാഷണൽ പാർക്ക് ഹോട്ടലിലെ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചു. ഈ ഓണക്കാലത്ത് എല്ലാ വീടുകളിലും ഇതുപോലുള്ള രുചിയും സ്നേഹവും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം.